പത്തനംതിട്ടയിൽ കൃഷിവകുപ്പ് ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തതിൽ സമഗ്രാന്വേഷണത്തിന് ഉത്തരവിട്ട് മന്ത്രി വി ശിവൻകുട്ടി. എയ്ഡഡ് സ്കൂൾ അധ്യാപികയായ ഭാര്യയ്ക്ക് 14 വർഷമായി ശമ്പളം ലഭിച്ചില്ല എന്ന് ആരോപണം ശരിയെങ്കിൽ ഗുരുതര വീഴ്ചയെന്ന് മന്ത്രി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കർശന നിർദ്ദേശം. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് ചേരുന്നത്. ഹാൻസ്, ഇത്തരം ആരോപണങ്ങൾ ശരിയെങ്കിൽ മന്ത്രി പറഞ്ഞതുപോലെ അത് ഗുരുതര വീഴ്ച തന്നെയാണ്. ഇതിൽ തുടർ നടപടികൾ ഏതു രീതിയിലാകും അപ്പോൾ ഉണ്ടാകുക? മന്ത്രി എന്താണ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്? സ്വാതി, കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട നാറാണമൊഴി സ്വദേശിയായിട്ടുള്ള ഷിജോ അദ്ദേഹം ജീവനൊടുക്കുന്നത്. ഈ ജീവനൊടുക്കുന്നതിനുള്ള പ്രധാന കാരണമായി പറഞ്ഞത് എയ്ഡഡ് സ്കൂൾ അധ്യാപികയായ ഭാര്യയ്ക്ക് 14 വർഷമായി ശമ്പളം ലഭിച്ചിട്ടില്ല എന്നാരോപിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ജീവനൊടുക്കിയത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ഇടപെട്ടിരിക്കുന്നത്. ഈ അധ്യാപികയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ തന്നെ മന്ത്രി എന്ന നിലയിൽ താൻ ഇടപെട്ടിരുന്നു. നടപടികൾ പെട്ടെന്ന് നടപ്പിലാക്കാൻ അല്ലെങ്കിൽ നടപടികൾ പെട്ടെന്ന് സ്വീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതുകൂടാതെ തന്നെ ഈ മരണവിവരം അറിഞ്ഞതിന് പിന്നാലെ മരണപ്പെട്ട ആളുടെ പിതാവുമായി സംസാരിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടപടികൾക്ക് കാലതാമസം നേരിട്ടിട്ടുണ്ട്. അഥവാ ഈ അധ്യാപികയ്ക്ക് ശമ്പളം നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് കാലതാമസം നേരിട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പിതാവ് പറഞ്ഞത് ശരിയാണെങ്കിൽ വലിയ ഗുരുതരമായൊരു വീഴ്ചയാണ് ബന്ധപ്പെട്ട അധികൃതർക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇത് വച്ചുപൊറുപ്പിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവാദികൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നും ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാതി. ശരി ഹാൻസ്, എന്തായാലും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ, അന്വേഷണമൊക്കെ ആവശ്യമാണ്. എന്താണ് സംഭവിച്ചത് എന്നറിയുകയും വേണം.